ഗുഡ് മോർണിംഗ് എല്ലാരും ഇരിക്കി. എടാ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ പെണ്ണുമ്പുള്ള എന്നെ പിടിച്ചെറി 4 ഫയൽ. എന്താ ടീച്ചർ ഇന്ന് സ്ലീവ്ലെസ് അല്ലല്ലോ? ഇന്ന് ഞാൻ അരിഞ്ഞാണ് വിട്ടത് അവരുടെ പ്രശ്നം. എടാ എന്റെ അരയിലല്ലേ അരിഞ്ഞാണ് കിടക്കുന്നത്, അവരുടെ അരയിലാന്നോ? പൂച്ചേ ഇറങ്ങിപ്പോ. ക്ലാസ്സിൽ ആരാടാ പൂച്ചയെ കൊണ്ടുവന്നത്? മനുവിന്റെ പൂച്ച. ഞാൻ ഒരു കാര്യം ക്ലാസ്സിൽ പൂച്ചയെ കൊണ്ടുവരുത് കേട്ടല്ലോ. ആകെ ദേഷ്യം വരും. ആ പെൺപിള്ളക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അവർക്ക് എന്നെ കണ്ട എന്തേലും ഒരു കുറ്റം കണ്ടുപിടിക്കണം. ഞാനാണെ അവരെ കണ്ടപ്പോഴേ ഇങ്ങനെ പിടിച്ചോണ്ടാണ് വന്നത്. എനിക്കറിയാം ഇവരിത് കണ്ടുപിടിക്കുമെന്ന്. പിന്നെ ഞാൻ ആ ട്രെയിനിങ്ങിന് വന്ന സാറിനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചൊന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ട് തന്നെ കാണിച്ചു. അത് അവർ അപ്പം തന്നെ അത് നോട്ട് ചെയ്ത്. എന്തോ ഒരു പെണ്ണും പുള്ളി അവരിനി എന്നീ സ്കൂളിൽ നിന്ന് റിട്ടയർ ആയി പോവാവോ അന്നേ ബാക്കിയുള്ളവർക്ക് മനസ്സമാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ പെണ്ണുങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു ഫാഷനബിളായിട്ട് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതേ അധ്യാപികയായിട്ട് ജോലി കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ശാപമാണെന്ന് തോന്നി. ഇപ്പോഴും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. കാലം ഇത്രയും മുന്നോട്ട് ചലിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മുരടുകൾ ഇപ്പോഴും വംശനാശം വരാതെ ഇങ്ങനെ കഴിയുന്നുണ്ട്. കേൾക്കൂടെ അവിടെ എവിടെയൊന്നും പോയി പറഞ്ഞേക്കല്ലേ. ഇവിടെ ക്ലാസ്സിൽ ആരെങ്കിലും ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല ടീച്ചറെ. എടേ ഒന്ന് പറ. ഉണ്ടെന്ന് പറ. എനിക്കിത് മേടിച്ച് വെക്കാനൊന്നും അല്ല. ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് ടീച്ചർ. എന്താ? എടാ വാട്സപ്പിലെ ഞാൻ പറയുന്ന നമ്പറിനകത്തൊന്ന് നോക്കിയടാ. DP ഉണ്ടോ എന്ന് നോക്കിയടാ. 98 ഉണ്ട് ടീച്ചർ. ഒരു അണ്ണൻ കാറിന്റെ മുന്നിൽ നിൽക്കുന്നു. അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ബിഗ് ബോസിന്റെ ഓഡീഷന് വല്ലൊരു അയച്ചോടെ. ഇപ്പൊ അഗ്നി പരീക്ഷയോ ഏതാണ്ട് പരീക്ഷയോ എന്നൊക്കെ പറയുന്നു. ഞാനും ഒന്ന് അയച്ചു നോക്കിയട്ടെ. എങ്ങാണം കിട്ടുവാണെങ്കിൽ പണ്ടാരം ജോലി നിർത്തിയിട്ട് പോവാമല്ലോ. ജോലി ഇഷ്ടമല്ലാഞ്ഞിട്ടോ നിങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല, ഈ പെണ്ണുമ്പുള്ള കാരണം എനിക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ, എന്തൊരു ഉന്മേഷമാണിതൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണിതൻ കാൽകളിൽ. എന്ത് പാടെ ആർക്കും ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ലല്ലോടെ. അതാ ഞാൻ ഈ ഉച്ച കഴിഞ്ഞ് ഈ മലയാളം ക്ലാസ് എനിക്കറിയാം എല്ലാവർക്കും ഉറക്കം വരുന്നു. പാപ്പമൊക്കെ തിന്നിട്ടിരിക്കുമല്ലേ. എന്നാൽ പിന്നെ ഞാനും ഒന്ന് ഉറങ്ങട്ടെ. എല്ലാവരും ഒന്ന് ഉറങ്ങും കേട്ടോ. ഒന്നും വെച്ച് വീട്ടിൽ പോയിരുന്ന് വായിച്ച് പഠിക്കണേ കേട്ടോ. ലേബർ ഇന്ത്യ നോക്കി അങ്ങ് പഠിച്ചാൽ മതി. ഞാൻ ഇച്ചിരി നേരം പൂച്ചയാടാ അത്.